യേശുവേ ആരാധന. നമ്മൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ പാടി ആരാധിച്ചു. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം നടത്തിടുവാൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ കർത്താവ് അവൻ രാജാവായി എഴുന്നള്ളുന്നൊരു ദൈവമാണ്. അവൻ എനിക്ക് വേണ്ടി ഈ ഭൂമിയുടെ സകലത്തിൻ്റെയും മേൽ അധികാരമുള്ള രാജാവാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എൻ്റെ കർത്താവ് രാജാവാണോ? നമ്മുടെ കർത്താവ് രാജാവാണോ? അവനാണോ ഭരണം നടത്തുന്നത്? എൻ്റെ ഭവനത്തിൻ്റെ മേൽ, എൻ്റെ പ്രതികൂലങ്ങളുടെ മേൽ, എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് ഭരണം നടത്താൻ കഴിവുള്ള ഒരു രാജാവിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. ഈ വിശ്വാസമാണ് നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റുന്നത്. ഈ വിശ്വാസമാണ് നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുന്നത്. കാരണം എനിക്ക് വേണ്ടി ഒരു രാജാതിരാജൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എൻ്റെ കർത്തൻ എൻ്റെ മേൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നമ്മൾ അറിയാം, സഭ നാളെ ഓശാനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓശാനയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം, അല്ലേ? ഈ വരുന്ന നാളത്തെ ദിവസം, ഞായറാഴ്ച ദിവസം ഓശാനയായിട്ട്. എന്താണ് ഓശാനയുടെ പ്രത്യേകത? എത്ര പേർക്ക് അറിയാം ഓശാനയുടെ പ്രത്യേകത? നമ്മളിപ്പോൾ തൊട്ട് മുൻപ് ഞാൻ ഷിനോജ് ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ ഒരു പാട്ടും കൂടി പാടുക, അതിനുശേഷം നമുക്ക് ആ ഒരു പാട്ടും കൂടി പാടി ആരാധിക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല ബ്രദറെ ഏത് പാട്ട് പാടാൻ പോകുന്നത്. ഞാനൊരു പാട്ടും കൊടുത്തിട്ടില്ല. ഞാൻ വേറെ 2 പാട്ട് വേറെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ പാടാൻ ഞാനൊരു പാട്ടും കൊടുത്തിട്ടില്ല. കർത്താവ് എന്നോട് ഇന്നലെ സംസാരിക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന വിഷയമാണ് ഈ ഒരു വിഷയം. അപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ദൈവത്തിന് അറിയാം അതിന് മുൻപ് ഏത് പാട്ട് പാടണം. കർത്താവിൻ്റെ ആത്മാവിന് അറിയാം. ആ ആത്മാവ് ബ്രദറിലൂടെ കണക്ട് ചെയ്തു. കർത്താവിൻ്റെ ആത്മാവ് പാടി എഴുന്നള്ളുന്നു യേശു രാജാവായി. കാരണം കഴുതപ്പുറത്ത് വന്ന കർത്താവിനെ ഓശാന പാടിയ എതിരേറ്റ ഒരു ജനമുണ്ട്. എന്താണ് അവർ പാടിയ പാട്ട്? അല്ലെങ്കിൽ അവർ ആർത്തു വിളിച്ചു പാടിയത്? ഇസ്രായേലിൻ്റെ രാജാവിന് ഹോസാന, ദാവീദിൻ്റെ പുത്രന് ഹോസാന എന്ന് പാടിക്കൊണ്ടാണ് അവർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചത്. ഹല്ലേലൂയ. നമ്മൾ 4 സുവിശേഷങ്ങളിൽ ഈ കാര്യം കാണാൻ സാധിക്കും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 സുവിശേഷങ്ങളും പെട്ടെന്ന് ഓർഡറായിട്ട് നമ്മളൊന്ന് വായിക്കുക. ആദ്യം നമുക്ക് എടുക്കാം മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ഇതാണ് വചനം. എങ്ങനെയാണ് പറയുന്നത്? അതായത്, സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിൻ്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ, അതായത് 2 വ്യത്യസ്തമായ, എനിക്ക് തോന്നുന്നു 4 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള വാക്യങ്ങളായതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. അത് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു. അതായത് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ദാവീദിൻ്റെ പുത്രന് ഹോസാന എന്നൊരു വിഷയം അവിടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഉന്നതങ്ങളിൽ ഹോസാന എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 3 വിഷയവും നമുക്കവിടെ കാണാം. അതായത് ജനക്കൂട്ടം ഒരുമിച്ച് ആർത്തു വിളിച്ച് പറയുന്ന കാര്യം എങ്ങനെയാണ്? ദാവീദിൻ്റെ പുത്രന്. നമ്മൾ അതിൻ്റെ 9-ാം വാക്യം മുതൽ വായിച്ചാൽ ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. ഓക്കെ, മത്തായി സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ മർക്കോസ് സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 9-ാം വാക്യം വായിച്ചാൽ, അവൻ്റെ മുൻപിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, അവിടുത്തെ നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന. 2 തമ്മിലുള്ളൊരു വ്യത്യാസം ശ്രദ്ധിച്ചു. അതായത് മത്തായി സുവിശേഷവും മർക്കോസ് സുവിശേഷം ഏതാണ്ട് ഒരുപോലെ പോയിരിക്കുന്നത്, എങ്കിലും ദാവീദിൻ്റെ പുത്രന് ഹോസാന എന്നുള്ളത് കോമൺ ആണ്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ എന്നുള്ളത് കോമൺ ആണ്, ഉന്നതങ്ങളിൽ ഹോസാന എന്നുള്ളതും 2ലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ലൂക്ക സുവിശേഷം നമ്മൾ എടുക്കുമ്പോൾ ലൂക്ക അതിൻ്റെ 19-ാം അധ്യായം 9-37 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർപ്പൊളിക്കാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ കണ്ട വിഷയത്തിലല്ല ഇവിടെ ലൂക്ക സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്. നേരെ മറ്റൊരു വിഷയമാണ്. ഒന്ന്, കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് അവിടെയും കോമൺ ആണ്, അല്ലേ? മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും കണ്ട കാര്യം നമുക്ക് അവിടെയും കാണാം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ആ ഒരു കാര്യം നമുക്ക് അവിടെ കാണാം. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് ഉന്നതങ്ങളിൽ നല്ല സ്വർഗത്തിൽ സമാധാനം, വീണ്ടും അടുത്ത കാര്യം പറയുന്നത് അത്യുന്നതങ്ങളിൽ മഹത്വം എന്നുള്ളൊരു വിഷയമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം കൂടി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം മുതൽ, ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു,
ഹോശന്ന ഇസ്രായേലിന്റെ രാജാവായ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അതായത് ചെറിയ വേരിയേഷൻസ് ഈ പറയുന്ന 4 സുവിശേഷത്തിലും കാണാം. മത്തായി മർക്കോസ് കോമൺ ആണെങ്കിലും ലൂക്കയും യോഹന്നാനും എഴുതിയിരിക്കുന്നത് ചെറിയ വാക്കുകളുടെ വ്യത്യാസമേ ഉള്ളൂ. കാര്യമായ ഒരു വ്യതിയാനം എന്നല്ല. ഈ പറയുന്ന കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് എല്ലായിടത്തും കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ രാജാവ് എന്നുള്ളത് ഇവിടെ യോഹന്നാനും അതുപോലെ ലൂക്കായുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മത്തായും മർക്കോസും കർത്താവിൻ്റെ നാമവും ദാവീദിൻ്റെ പുത്രനും എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും, ഈ സുവിശേഷകർ വ്യത്യസ്തമായ തലത്തിൽ എന്തുകൊണ്ടായിരിക്കും എഴുതിയിരിക്കുന്നത്? ഒരേ സംഭവമാണ്, ഒരു മാറ്റവുമില്ല, ഒരേ സംഭവമാണ്. പക്ഷേ നമ്മളറിയുക, ദൈവത്തിൻ്റെ വചനത്തിന് വല്ല മാറ്റം ഉണ്ടാകുമോ? ഒരു മാറ്റം ഉണ്ടാകത്തില്ല, എല്ലാം കോമൺ ആയിരിക്കും. ഒരാൾ ഇപ്പം ഇന്ന് ഇവിടെ നടക്കുന്ന ക്ലാസ്സിനെ കുറിച്ച് ഒരു പക്ഷേ നമ്മൾ 4 പേരോട് ചോദിച്ചാൽ 4 പേർക്ക് മനസ്സിലായ കാര്യങ്ങളും അവർ കേട്ട കാര്യങ്ങളും അവർ ഗ്രഹിച്ച കാര്യങ്ങളുമായിരിക്കും അവർ പറയുക. എല്ലാം ഒരുപോലെ ഇരിക്കുമോ? ഇല്ല. ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് അതിനകത്ത് കാര്യം? ഇത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ്, അല്ലേ? ഓരോ ആത്മാവിനും ഗ്രഹിച്ചതാണ്, മനസ്സിലാക്കിയതാണ് വിളിച്ചു പറയാൻ പറ്റൂ. ജനം വിളിച്ചു പറഞ്ഞ എന്താണെന്ന് ലൂക്ക വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ലൂക്ക സുവിശേഷം അതിൻ്റെ നമ്മൾ ലൂക്ക വായിച്ചത് 19:28 മുതൽ നമ്മൾ വായിച്ചു. അന്നെടുക്കാമോ? 19 അതിൻ്റെ 37 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചോ. 19:37. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർപ്പ് വിളിച്ചു. ഇവിടെ ശ്രദ്ധിക്കണേ, ജനം അവർ കണ്ട പ്രവൃത്തികളാണ് വിളിച്ചു പറഞ്ഞത്. അതായത് കഴിഞ്ഞ 3.5 വർഷക്കാലം യേശു എന്ത് ചെയ്തു, യേശു എന്ത് പ്രവർത്തിച്ചു, യേശു എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. അതായത് യേശു ചെയ്ത പ്രവൃത്തി യഥാർത്ഥത്തിൽ എന്തായിരുന്നു, അവൻ വന്നത് ഏത് നാമത്തിലായിരുന്നു, അവൻ ചെയ്ത പ്രവൃത്തി എന്തൊക്കെയായിരുന്നു, അവൻ കണ്ട അത്ഭുതങ്ങൾ എന്തൊക്കെയായിരുന്നു, അടയാളങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇനി അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് യേശു കൃത്യമായിട്ട് പറയുക, ഇപ്പോഴുള്ള ഈ ഹോശാനയും ഇപ്പോൾ വിളിച്ചു പറയുന്ന ഈ ആർപ്പ് വിളികളും ഇത് സകലതും ദൈവപുത്രന് സ്വർഗം കൽപ്പിച്ചു വച്ചിരിക്കുന്ന വിളിയും ആ വിശ്വാസവും അല്ലെങ്കിൽ ദൈവം ചെയ്ത പ്രവൃത്തി ലോകത്തോട് പ്രഘോഷിക്കുക. അവർ നിശബ്ദ പാലിച്ചാൽ ഈ കല്ലുകൾ എന്ത് ചെയ്യും? കർത്താവിന് വേണ്ടി ഓശാന പാടും എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുക, കർത്താവിന്റെ നാമത്തിൽ വരുന്നവന്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ആരാണ് ഈ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ? എന്താണ് കർത്താവിന്റെ നാമം? സങ്കീർത്തന പുസ്തകം അതിൻ്റെ 118 അധ്യായം നമ്മളൊന്ന് വായിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 118 26 വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സത്യവേദ പുസ്തകത്തിലാണെങ്കിൽ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്നും നിങ്ങളെ ആശീർവദിക്കും. POC ആണെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഇതെന്താ വ്യത്യാസം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്താണ് യഹോവ എന്ന് വിളിക്കുന്നതും ഇവിടെ എന്താണ് കർത്താവ് എന്ന് അറിയുന്നത്. കാരണം അവിടെ ഗ്രീക്കിലേക്കുള്ള ട്രാൻസ്ലേഷനും അല്ലെങ്കിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹോവ യാഹ്വേ എന്ന് വിളിക്കാൻ അവന് ആ ഭയഭക്തിയോടെ ആ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കാൻ ഭയമുള്ളത് കൊണ്ട് അഡോണ എന്നൊരു വാക്കാണ് അവിടെ കാണുന്നത്. ആ ഒരു വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ട്രാൻസ്ലേഷൻ അങ്ങനെ കിടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്നും നിങ്ങളെ ആശീർവദിക്കും. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചു, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷത്തിലും കാണുന്ന കോമൺ കാര്യമാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അപ്പോൾ യേശു ആരുടെ നാമത്തിലാണ് വന്നത്? ആരുടെ നാമത്തിലാണ്? യഹോവയുടെ നാമത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കാരണം വിളിച്ചു പറയുന്ന ആരെക്കുറിച്ചാണ്? യേശുവിനെ കുറിച്ചാണ്. മത്തായി സുവിശേഷം 23 അധ്യായം 39 വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ
എന്നെ കാണുകയില്ല. ഇത് യഥാർത്ഥത്തിൽ യേശു ജെറുസലേമിനെ നോക്കി വിലപിക്കുന്നതാണ്. ജെറുസലേമിനെ നോക്കി വിലപിക്കുന്നത്. നമ്മുടെ വീട്ടിലെല്ലാം കോഴിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? യേശു ഇവിടെ കോഴിയുടെയും കുഞ്ഞുങ്ങളുടെയും കഥ പറയുന്നത് എന്താണ്? ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു, നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിന്റെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, എഴുന്നള്ളുന്നു രാജാവായി. എൻ്റെ യേശുവിനെ കാണാൻ സാധിക്കുന്നുണ്ടോ? എത്ര പേർക്ക് കർത്താവായ യേശുവിനെ കാണാൻ പറ്റുന്നുണ്ട്? കർത്താവായ യേശുവിൻ്റെ ആ രാജ്യത്വം, അവൻ്റെ എഴുന്നള്ളത്തെ എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. കാരണം ദൈവത്തെ നമ്മൾ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാ. ആത്മാവിൽ നമ്മൾ ആ കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവൻ ആ ആത്മാവിൽ കർത്താവിനെ ദർശിക്കും. ആത്മാവിൽ ദൈവത്തെ നമ്മൾ കാണുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഇവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണത്തില്ല. എന്തുകൊണ്ടാ? കർത്താവ് ഇസ്രായേൽ ജനത്തോട് പല കാര്യങ്ങൾ പറഞ്ഞു, യഹൂദ സമൂഹത്തോട് പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവർ യേശുവിനെ സ്വീകരിച്ചോ? യേശുവിനെ രാജാവായിട്ട് അംഗീകരിച്ചോ? ഈ ഹോസാന പാടുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് ഇങ്ങനെയാ, അനേക ജനങ്ങൾ അവിടെ തടിച്ചുകൂടി യേശുവിന് ഹോസാന പാടി. അതെന്തുകൊണ്ടാണെന്ന് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം ഇങ്ങനെ പറയുന്നത്, അത് ലാസറിനെ അവൻ ഉയർപ്പിച്ചത് കണ്ടത് കൊണ്ടാണ്. മരിച്ചവനെ ഉയർപ്പിച്ചത് കണ്ടതുകൊണ്ട്, അങ്ങനെ ഒരു അടയാളം കണ്ടതുകൊണ്ട് അനേക ആളുകൾ അവിടെ വന്നുകൂടി യേശുവിന് എന്ത് ചെയ്തു? ഓശാന പാടി. പക്ഷേ യേശുവിനെ രാജാവെ അവർ അംഗീകരിച്ചോ? യേശുവിനെ കാൽവരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അവൻ ക്രൂശിതനായി നിൽക്കുമ്പോൾ അവൻ്റെ ശിരസിന് മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇവൻ ഇസ്രായേലിൻ്റെ രാജാവ്, ഇവൻ യഹൂദയുടെ രാജാവ് എന്ന് ശീർഷകം എഴുതി വെച്ചു. പക്ഷെ അവരത് അംഗീകരിച്ചോ? ഇല്ല. പീലാത്തോസിന് മുമ്പിൽ പോയിട്ട് യഹൂദ പ്രമാണികൾ പറഞ്ഞു, അങ്ങനെയല്ല, ഇവൻ യഹൂദയുടെ രാജാവെന്ന് ഇവൻ സ്വയം പറയുന്നു, അങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, നീ പോയി പണി നോക്കിയാൽ മതി, ഞാൻ എഴുതിയത് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിച്ചേ, പീലാത്തോസ് തൊട്ടു മുൻപ് യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയവനാണ്. ഈ കൈ കഴുകിയിട്ടും യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തവനാണ് പീലാത്തോസ്. അതായത് യേശുവിൻ്റെ മേൽ ഒരു കുറ്റവും കാണാതെ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തവനാണ് പീലാത്തോസ്. പക്ഷെ ഈ കാര്യത്തിൽ പീലാത്തോസ് മറ്റൊരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. യഹൂദരെ ഭയന്നിട്ടാണ് യേശുവിനെ വിട്ടുകൊടുത്തത്. അതേ യഹൂദർ വീണ്ടും ഭയപ്പെടുത്താൻ വരുമ്പോൾ യഹൂദരോട് പറഞ്ഞു, പോയി നിന്റെ പണി നോക്ക്, ഞാൻ എഴുതിയത് തന്നെ. അപ്പം എന്തേ ആദ്യത്തെ കാര്യത്തിൽ അവനത് ചെയ്യാൻ പറ്റാനേ? ആദ്യത്തെ കാര്യത്തിൽ യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അവന് ഈ അഭിമാനമൊന്നും ഉണ്ടായില്ല. അവൻ്റെ മേൽ ഒരു കുറ്റവും കാണാഞ്ഞിട്ടും യേശുവിന് വിട്ടുകൊടുത്തു. പക്ഷേ ഈ രണ്ടാമത്തെ കാര്യം വന്നപ്പോൾ, സ്വർഗം എഴുതപ്പെട്ട കാര്യമായതുകൊണ്ട് അവൻ ഇസ്രായേലിൻ്റെ രാജാവെന്ന് ഇവിടെയുള്ള പീലാത്തോസ് അല്ല എഴുതിയത്. ആ ശീർഷകം എഴുതി വച്ചിരിക്കുന്ന ആരാണ്? സ്വർഗമാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. അത് മാറ്റാൻ പീലാത്തോസിന് പോലും ദൈവം അനുവദിക്കുന്നില്ല. അവൻ്റെ ഹൃദയത്തിന് പോലും ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഇവിടെ ജനം വിളിച്ചു പറയുന്നത്, ഇസ്രായേലിന്റെ രാജാവിന് ഹോശാന, ദാവീദിന്റെ പുത്രന് ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് ഹോശാന എന്ന് വിളിച്ചു പാടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അതായത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ കർത്താവ് പറയുകയാണ്, ആ നാമത്തെ എങ്ങനെ ഏറ്റുപറയണം? കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് ഏറ്റുപറഞ്ഞേ മതിയാകും. മറ്റേതെങ്കിലും നാമം ഏറ്റുപറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആകാശത്തിന് കീഴെ വേറെ ഏതെങ്കിലും ഒരു നാമം നമുക്ക് നൽകിയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു നാമത്തിൽ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിക്കുമോ? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി എന്ന് വരുമ്പോൾ വേറെ പല നാമങ്ങളുമാണ് നമ്മുടെ അതരത്തിൽ വരുന്നത്. പക്ഷെ കർത്താവ് ഒരൊറ്റ നാമമാണ് പറയാൻ പറഞ്ഞത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് നമ്മൾ പറയണം. അപ്പോഴാണ് ആ രക്ഷ നമ്മിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇനി യേശു വരുന്ന കഴുതപ്പുറത്തല്ലേ? നമുക്കെല്ലാം പരിചയമുള്ള കാര്യമാണ്. ഈ കഴുതയുടെ കാര്യം നമുക്കറിയാം. ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ് കഴുതയുടെ കാര്യം. കുതിരപ്പുറത്താണെങ്കിൽ ഒരു രസമുണ്ടല്ലേ? ഈ രാജാക്കന്മാർ പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴുതപ്പുറത്ത് വരികയും കുതിരപ്പുറത്ത് വരികയും രണ്ട് വ്യത്യസ്തമായ തലം നമുക്ക് കാണാൻ സാധിക്കും. കഴുതപ്പുറത്താണ് വരുന്നതെങ്കിൽ അത് സമാധാനം കൊണ്ടാണ് വരുന്നത്. കുതിരപ്പുറത്താണ് വരുന്നതെങ്കിൽ യുദ്ധത്തിനാണ് അവർ വരുന്നത്. ഇങ്ങനൊരു പശ്ചാത്തലമുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇവിടെ വരുന്നത് എന്തിൻ്റെ പുറത്താണ്? കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്താണ്. സക്കറിയ പ്രവാചകൻ അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 9-ാം വചനത്തിൽ
ഈ ഒരു പ്രവചനം കിടക്കുക. ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് യേശു പ്രവർത്തിക്കുന്നത്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് ഇതാ കയറി വരുന്നു. ഒരു കഴുതയുമുണ്ട്, ഒരു കഴുതക്കുട്ടിയുമുണ്ട്. കൃത്യമായ പ്രവചനം. പഴയ നിയമത്തിലെ പ്രവാചകൻ സക്കറിയ പറഞ്ഞിരിക്കുന്ന അതേ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് യേശു എന്ത് ചെയ്യുന്നത്? ഈ കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു കടന്നു വരുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കർത്താവ് വന്നത് സമാധാനം കൊണ്ടാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് അവൻ വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൻ കഴുതയുടെ പുറത്താണ് വന്നത്. സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് അവൻ എഴുന്നള്ളി വന്നത്. ഏശയ പ്രവചനം നമ്മൾ വായിച്ച് പരിചയമുള്ള കാര്യമാണ്. ഏശയ 9:6 മുതൽ 7 വരെ വാക്യം കേൾക്കണ്ട. അവൻ സമാധാന പ്രഭു, അവൻ ദൈവമെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. സമാധാന പ്രഭു എന്നാണ് യേശുവിനെ കുറിച്ച്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു എന്ന് അവൻ വിളിക്കപ്പെടും. അപ്പോൾ യേശു അവൻ്റെ ആദ്യ വരവ് ഈ ഭൂമിയിലേക്ക്, അവൻ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ എങ്ങനെയാണ് വന്നത്? സമാധാനം കൊണ്ടാണ് വന്നത്. അവൻ സമാധാന പ്രഭു ആയിട്ടാണ് വന്നത്. കർത്താവിൻ്റെ സമാധാനം കൊണ്ടാണ് അവൻ നമ്മിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇനി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് ഹോസാന എന്നൊരു വാക്കാണ് അവരെല്ലാം ഉച്ചരിച്ചത്. 4 സുവിശേഷത്തിലും ഈ കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഹോസാന, ഹോസാന എന്ന് പാടിക്കൊണ്ടാണ് ജനം മുഴുവൻ ആർത്തു വിളിച്ചത്. അപ്പോൾ ആ വാക്ക് എന്താണ്? ഹോസാന എന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എത്ര പേർക്ക് അറിയാം? ഹോസാന എന്ന പദത്തിൻ്റെ ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം, ഹോസാന എന്ന പദത്തിൻ്റെ അർത്ഥം രക്ഷിക്കുക എന്നാണ്. രക്ഷകൻ അല്ലെങ്കിൽ രക്ഷിക്കുക എന്ന ഒരു വാക്കാണ് ഹോസാന എന്ന പദം കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു വന്നത്, യേശു എന്നൊരു പേരല്ലേ നമുക്കറിയത്തുള്ളൂ, അല്ലേ? നമ്മൾ പ്രധാനമായിട്ടും യേശു എന്നൊരു പേരാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ യേശു എന്ന പേരിൻ്റെ ഹെബ്രായ ഉച്ചാരണം എന്താണെന്ന് എത്ര പേർക്ക് അറിയാം? ഹെബ്രായ ഉച്ചാരണം എന്താണ്? നമ്മൾ പലയിടത്തും യേശു എന്ന് വിളിക്കുന്നു. ഇന്നത് മാറ്റി വേറെ രീതിയിലാക്കിയിട്ടുണ്ട്, ഈശ്വരൻ എന്നാക്കിയിട്ടുണ്ട് പലയിടത്തും, അല്ലേ? ഈശ്വര പ്രാർത്ഥന എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാകുമ്പോൾ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകാശത്തിന് കീഴിൽ, ലോകത്തിന് മുകളിൽ, ഭൂമിക്ക് മുകളിൽ ഒറ്റ നാമേ ഉള്ളൂ, യേശു എന്ന നാമം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ യേശു എന്നുള്ളത് മലയാളമാണെങ്കിൽ അതിന് ഇംഗ്ലീഷിലേക്ക് പോയാൽ ജീസസ് എന്നും, ഗ്രീക്കിലേക്ക് പോയാൽ ഇസോസ് എന്നും, ഹെബ്രുവിലേക്ക് പോയി കഴിഞ്ഞാൽ യഹോശുവ എന്നാണ് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ യഹോശുവ. നമ്മളെപ്പോഴും ഈ ട്രാൻസ്ലേഷനും ട്രാൻസ്ലിറ്ററേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വാക്കുകളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അർത്ഥങ്ങളിലേക്ക് പോകുന്നത്. ശരിക്കും പേര് ട്രാൻസ്ലിറ്ററേഷനാണ് ചെയ്യേണ്ടത്. പക്ഷേ ആദിമസഭയിൽ തന്നെ ഈ ട്രാൻസ്ലിറ്ററേഷൻ അല്ല ചെയ്തത്, അതും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പലയിടത്തും. അതായത് അവിടെയും വാക്കുകളെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ യഹോശുവ എന്നൊരു നാമം എവിടെയെങ്കിലും നമ്മൾ കേൾക്കാറുണ്ടോ? സാധാരണഗതിയിൽ എങ്ങും കേൾക്കാറില്ല. പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ജോഷുവയുടെ പുസ്തകം, ജോഷുവയുടെ പേരെന്താ? യഥാർത്ഥത്തിൽ ജോഷുവ എന്നല്ല, ഹെബ്രായ ഉച്ചാരണം യഹോശുവ എന്നാണ്. ഹെബ്രായ പുസ്തകത്തിൽ അതിൻ്റെ ഉച്ചാരണം യഹോശുവ എന്നാണ്. നമ്മൾ ഇതൊന്നും അറിയാതെയാണ് യഥാർത്ഥത്തിൽ യേശു എന്ന നാമം ഉച്ചരിക്കുന്നത്. ഈ യേശു അല്ലെങ്കിൽ യഹോശുവ എന്ന നാമത്തിൻ്റെ അർത്ഥം എന്താണ്? യഹോശുവ എന്ന നാമത്തിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്ന് തന്നെയാണ്. ഹോശാന എന്ന പദത്തിൻ്റെ അർത്ഥം രക്ഷിക്കുന്നു എന്നാണെങ്കിൽ, അവൻ വന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുമ്പോൾ ആ നാമവും യഹോവയുടെ നാമമാണ്. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, അവൻ നമ്മെ രക്ഷിക്കുന്നു എന്നാണ് ഹോശാനയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസന്ന എന്ന് പറഞ്ഞ് രാജകീയ പ്രവേശനം നടത്തുമ്പോൾ കർത്താവിന് വേണ്ടി ജനം ആർത്തു വിളിച്ചു പറഞ്ഞത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ യഹോവയുടെ നാമത്തിൽ വരുന്ന യഹോശുവ എന്നെ രക്ഷിക്കുന്നവനാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ജീവനാണ്, അവൻ നീതിയുടെ രാജാവാണ്, അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്. എത്ര പേരോട് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇതിനെക്കുറിച്ച് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 4 പ്രാവശ്യം പ്രധാന വിഷയം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 43-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല, എന്നിട്ടും നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. യേശു ആരുടെ നാമത്തിലാണ് വന്നത്? തൻ്റെ പിതാവിൻ്റെ നാമത്തിൽ. പഴയ നിയമത്തിൽ നമുക്ക് എപ്പോഴും അറിയാം പിതാവിൻ്റെ നാമം എന്താണ്?
മോശയുടെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തിയ നാമം എന്താണ്? ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് നമ്മൾ ആ പുസ്തകം, പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നിന്റെ നാമം എന്തെന്ന് ഫറവോ ചോദിച്ചാൽ, ഈ ജനം ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം തൻ്റെ നാമമായ യാഹുവേ എന്ന നാമം അവരുടെ മുൻപിൽ വെളിപ്പെടുത്തി എന്നാണ് കാണുന്നത്. യഹോശുവ, യാഹുവേ, യഹോവയുടെ നാമത്തിൽ തന്നെയാണ് ആര് വന്നിരിക്കുന്നത്? യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. മാതാവിൻ്റെ മുൻപിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് യേശുവിന് എന്ത് പേരിടണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അവന് യഹോശുവ എന്ന പേര് ഇടണമെന്ന് യേശു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് പ്രവചിക്കപ്പെട്ടു, അല്ലെങ്കിൽ പറയപ്പെട്ടു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, 5:43 പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അതിന് 10:25 ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം. യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ. അപ്പൊ യേശു ചെയ്ത പ്രവർത്തികളെല്ലാം ആരുടെ നാമത്തിലാണ്? പിതാവിൻ്റെ നാമം ഏതാണെന്ന് യേശു തൊട്ടുമുമ്പ് പറഞ്ഞു. എന്നിട്ടും ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? വചനത്തിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. 17:26 ഒന്ന് വായിക്കാമോ? 17-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 26-ാം വാക്യം. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകുന്നതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. യേശു അറിയിച്ച നാമം ഏതായിരുന്നു? അങ്ങയുടെ നാമം ഞാൻ അവരെ അറിയിച്ചു എന്ന് പറഞ്ഞത്. ആരുടെ നാമമാണ്? പിതാവിൻ്റെ നാമം. ഈ പിതാവിൻ്റെ നാമം ഏതാണെന്ന് 17:12 പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. എൻ്റെ നാമം ഏതാണ്? പിതാവിൻ്റെ നാമം തന്നെയാണ് എൻ്റെ നാമം എന്ന് യേശു വ്യക്തമായിട്ട് പറയുകയാണ്. അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. നമുക്ക് രക്ഷ നൽകിയത് ഏത് നാമത്തിലാണ്? യാഹുവയുടെ നാമത്തിൽ തന്നെയാണ്. യേശുവിൻ്റെ നാമം യഹോശുവ എന്ന് പറയുന്ന ആ ഒരു നാമം ആരുടെ നാമമാണ്? പിതാവിൻ്റെ നാമം തന്നെയാണ്. ആ യഹോവ എന്ന നാമത്തിൽ തന്നെയാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. പഴയ നിയമത്തിൽ യാഹുവ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ യഹോശുവ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ യഹോവ രക്ഷിക്കുന്നു എന്ന നാമം തന്നെയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പല വ്യക്തികൾക്കൊരു സംശയമുണ്ട്. ഒരു പക്ഷേ പിതാവ് മറ്റൊരാൾ, യേശു മറ്റൊരാൾ, പരിശുദ്ധാത്മാവ് മൂന്നാമതൊരു വ്യക്തി എന്നൊരു ചിന്ത നമുക്കുണ്ട്. കർത്താവിൻ്റെ വചനം ശക്തമായി പരിശോധിക്കുന്ന, ഇങ്ങനെ വ്യക്തമായി പരിശോധിക്കുന്ന ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാക്കാൻ സാധിക്കും യേശു വന്നത് പിതാവിൻ്റെ നാമത്തിലാണ്. ആ നാമം അത്രേ യഹോശു എന്ന നാമമാണ്. ആ നാമമാകട്ടെ യഹോവ രക്ഷിക്കുന്നു എന്ന നാമമാണ്. ആ നാമം നമ്മെ രക്ഷിക്കുന്ന പ്രധാനപ്പെട്ട പ്രവൃത്തി ഇങ്ങനെയാണ്: കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് വിളിച്ചു പറയുമ്പോൾ രക്ഷ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഹോസന്ന. ഹോസന്ന എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ മേഖലകളെല്ലാം നമുക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ഒരു രക്ഷയുടെ സുവിശേഷമാണ്. കർത്താവായ യേശു ഇന്ന് പ്രഖ്യാപിക്കുന്നത് ഈ രക്ഷയുടെ സത്യം, ഈ രക്ഷയുടെ സത്യസുവിശേഷമാണ്. എത്ര പേർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേര് ഇത് സ്വീകരിക്കുന്നുണ്ട്? പലരും ഈ കാര്യത്തിൽ അവജ്ഞരാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇത്രയേ ഉള്ളൂ. ഓശാന ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകും, നമ്മൾ അവിടെ നിന്ന് ഒരു കുരുത്തോലയും വാങ്ങിയും കൊണ്ട് വരും. എന്നിട്ട് ഈ കുരുത്തോലയും കൊണ്ട് ആദ്യം കുരിശുണ്ടാക്കും. കുറച്ചു നേരം കഴിഞ്ഞ് അതഴിച്ച് ഇങ്ങനെ വളച്ചിങ്ങനെ നിർത്തും. പിന്നെ നമ്മളിങ്ങനെ കെട്ടിങ്ങനെ നിർത്തും. അതിനിടയിൽ ഞാനൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടിയുണ്ട്. ആദ്യം വളക്കില്ല, പകരം ഇതിൻ്റെ തുമ്പെടുത്ത് തൊട്ടപ്പുറത്തിരിക്കുന്നതിൻ്റെ ചെവിയിലിട്ട് കുത്തിയിട്ട് 2 ഇളക്കിളക്കും. ഉറങ്ങുന്നവനെയൊക്കെ വിളിച്ചെണിപ്പിക്കാൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കാരണം നേരത്തെ വന്നാണല്ലോ പള്ളിയിൽ. നമുക്ക് ഈ കുരുത്തോല കൊണ്ട് ആകെയുള്ളൊരു ഗുണം ഇതാണ്: നമ്മളിതുകൊണ്ട് ഇങ്ങനെ ചെവിയിലിട്ട് കുത്തി ഇളക്കുക. ഈ പരിപാടിയൊക്കെയാണ് നമുക്കറിയാവുന്നത്. പക്ഷെ കർത്താവ് ഇത് ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും വല്ല ബോധമുണ്ടോ? കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ചാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ദൈവജനം മുഴുവൻ അവൻ്റെ എല്ലാ വസ്ത്രങ്ങൾ അഴിച്ച് നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ നിരത്തിയിട്ട് കഴുതയുടെ പുറത്ത് വന്ന ക്രിസ്തുവിന് ഹോസാന പാടിയ ഒരു ജനത്തെ നമ്മൾ കാണുന്നത്. നമ്മളിന്ന് ഈ ഓശാന പാടുമ്പോൾ ഈ കുരുത്തോലം വെച്ചിട്ട് എന്തൊക്കെ അഭ്യാസങ്ങൾ ഒപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ. അതല്ലാതെ മറ്റൊരു ചിന്ത നമുക്കില്ല എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്ക് പറയാൻ സാധിക്കുമോ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ രക്ഷ നമ്മിലേക്ക് കടന്നു വരാൻ പോവുകയാണ്.
അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷ കഴിവ് വരുന്നത്, ആ രക്ഷ എൻ്റെ മേൽ കടന്നു വരുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ.